ഇത് സാധാരണ ഒരു വീഡിയോ അല്ല. ഇത് നിങ്ങളെ അമ്പരപ്പിക്കും, ചിന്തിപ്പിക്കും, ഞെട്ടിക്കും പോലും. കശ്മീരിൽ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിലെ ആഴത്തിലുള്ള രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ ഞെട്ടിപ്പിക്കുന്ന യഥാർത്ഥങ്ങൾ. ആയുധങ്ങൾക്കും ബോംബുകൾക്കും പുറകിൽ ഉള്ള ഗൂഢാലോചനകൾ. പൂർണ്ണമായും കാണൂ, കാരണം അവസാന ഭാഗത്താണ് ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ. പുൽവാമ, ഉറി, കർഗിൽ. ഈ പേരുകൾ കേട്ടതുമായിരിക്കും. പക്ഷേ ഈ ആക്രമണങ്ങൾ സംഭവിച്ചത് എങ്ങനെ? ഇവയ്ക്ക് പിന്നിൽ ആരായിരുന്നു? അതെ, അതിന് മറയിലുണ്ട് രഹസ്യങ്ങളാൽ നിറഞ്ഞ ഒരു ലോകം. 2016 ഉറിയിൽ നടന്ന ആക്രമണം ഇന്ത്യയെ ചുടിച്ചുകളഞ്ഞു. 17 സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ വാചകങ്ങളിൽ പറഞ്ഞതും വാർത്തകൾ പറഞ്ഞതും മാത്രം സത്യമാണോ? അക്കാലത്ത് ചില രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത് ഈ ആക്രമണത്തിന് മുമ്പ് എന്തെങ്കിലും സുരക്ഷാ വിവരങ്ങൾ മുന്നറിയിപ്പ് രൂപത്തിൽ കിട്ടിയിരുന്നുവെന്നായിരുന്നു. പക്ഷേ അതെല്ലാം എങ്ങനെ അവഗണിക്കപ്പെട്ടു? അത് പൂർണ്ണമായും അപകടം ആണല്ലോ. 2019 പുൽവാമ ആക്രമണം. ഒരേ സമയം 40 സൈനികരുടെ ജീവൻ പോയി. ഇത് രാജ്യത്തെ മാത്രം ഞെട്ടിച്ചില്ല. ലോകം മുഴുവനും ഇങ്ങനെ ചോദ്യമുയർത്തി, ഇതിനു പിന്നിൽ ആരാണ്? ആക്രമണത്തിന് ശേഷം നടന്നിരുന്ന അന്വേഷണങ്ങളിൽ ചില സുപ്രധാന ചോദ്യങ്ങൾ ഉയർന്നു. പാകിസ്ഥാന്റെ പങ്ക്, ജെയ്ഷ് മുഹമ്മദ് എന്ന ഭീകരസംഘടനയുടെ പങ്ക്, ഇവരെല്ലാം സുപ്രധാനമാണ്. പക്ഷേ ആരാണ് ഇവരെ സഹായിച്ചത്? അവർക്ക് രാജ്യം ആകെയുള്ള എന്തെങ്കിലും സഹായമുണ്ടായിരുന്നോ? ചില രാഷ്ട്രീയ വിദഗ്ധർ പോലും ഈ ആക്രമണങ്ങളുടെ സമയത്ത് നടന്നിരുന്ന രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആക്രമണം ആകെയുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായിട്ടോ? ഇത് കേട്ടു ഞെട്ടേണ്ട. പക്ഷേ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ആത്മസംരക്ഷണത്തിനും അധികാരത്തിനും വേണ്ടി ഭീകരത പോലും ഉപയോഗിക്കപ്പെടാം. ഇത് കാണുമ്പോൾ പലതും നമുക്ക് അത്ര വ്യക്തമാകില്ല. പക്ഷേ പിന്നിൽ നടക്കുന്ന ഗെയിം, അതാണ് ഭയങ്കരം. നിങ്ങൾ അറിഞ്ഞോ? ചില അന്വേഷണ റിപ്പോർട്ടുകൾക്ക് പുറത്തുവരാൻ അനുവദിച്ചില്ല എന്ന്. കൂടുതൽ